ചിരിക്കാനും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും തുടങ്ങി. എൻ്റെയും പേടി കുറഞ്ഞു. ഗ്രാനി ഞാൻ വിചാരിച്ചത്രയും പ്രശ്നക്കാരിയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്നാലും 2 ആഴ്ച കഴിഞ്ഞ ഉടൻ ശമ്പളം വാങ്ങി ഇറങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ അത് ഞാൻ ഗ്രാനിയോട് പറഞ്ഞില്ല. കുറച്ചുകൂടെ ദിവസം ഞാൻ കാണുമെന്നായിരുന്നു അവരുടെ വിചാരം. ഇന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചാണോ അല്ലേ? ഗ്രാനിയുടെ സ്ഥലം ശരിക്കും എവിടെയാ? റോണി അങ്ങ് തെക്കുന്നല്ലേ വരുന്നേ. അതെങ്ങനെ അറിയാം? അതെല്ലാം എനിക്കറിയാം. അവിടെയുള്ള കുറേ വീടുകളിൽ ഞാൻ നിന്നിട്ടുണ്ടേ. ഇപ്പോൾ ജോലി കിട്ടാൻ നല്ല പാടാ, നല്ല കഷ്ടപ്പാടാ. കാശ് വയ്ക്കാനാണെങ്കിൽ അപ്പനും അമ്മയൊന്നുമില്ല. വളർന്നൊക്കെ ഓർഫനേജിലാ. അതും അറിയാം. ഓ, പോളേട്ടൻ പറഞ്ഞാണല്ലേ? അത് പറഞ്ഞപ്പോഴാ പുള്ളി പറഞ്ഞതിന് മുമ്പ് ഇവിടെ വേറെ ഹോം നഴ്സുമാർ നിന്നിട്ടുണ്ടെന്ന്. ആ, അവരെല്ലാം ഞാനങ്ങ് പറഞ്ഞയച്ചു. അവരെല്ലാവരും ഓക്കെ ആയിരുന്നു എന്നാണല്ലോ പോളേട്ടൻ പറഞ്ഞത്. പോളി അങ്ങനെ പറഞ്ഞു. പോളി എൻ്റെ സ്വന്തം ആളാ. കഴിക്ക്, ഇനി അധിക ദിവസം ഇല്ലല്ലോ. ഇനി എങ്ങനാ തിരിച്ചു പോവാൻ തീരുമാനിച്ചത്? നാളെ രാവിലെ 4:30 ബസ് ഉണ്ടെന്ന് പോളേട്ടൻ പറഞ്ഞേ. അതിന് പോവാനാ. പോളി അങ്ങനെ പറഞ്ഞു. ആ, പോവാണല്ലേ? ഇത്രയും ദൂരമായതുകൊണ്ടാ ഗ്രാനി. അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ നിന്നേനെ. ഞാൻ പട്ടി അഴിച്ചു വിട്ടിട്ട് വരാം. കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ചേക്കേ.